ഹലോ, ഞാനപ്പോൾ ഇന്നൊരു മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു രീതിയിൽ കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും എഗ്ഗൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്. സാധാരണ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ എന്തോ എഗ്ഗിൻ്റെ അത് പല ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ എഗ്ഗൊന്നും ഇല്ലാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്രഷ്ഡ് പെപ്പർ എടുത്തിട്ടുണ്ട്. ഗാർലിക് ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ടോ, അതിൽ കൂടുതൽ എടുക്കരുത്. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര കൂടുതൽ എടുത്താട്ടോ. ഉപ്പുണ്ട്, കുറച്ച് പഞ്ചസാര ഉണ്ട്. കാരണം ഈ ഒരു ഇതിന് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വേണം, നമ്മുടെ ചപ്പാത്തി മീറ്റൊക്കെ ഇട്ട് ഒരു റോള് പോലെ ആക്കിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ച് ഗാർലിക്ക് കൂട്ടിയെടുത്തത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവർക്കും. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ പനീറാണ്. പനീർ ഇപ്പോൾ ഞാൻ ക്യൂബ്സ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. കുറച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ വലിയൊരു ക്യൂബാണ്, കട്ട് ചെയ്യാത്തതാണെങ്കിൽ ഒറ്റൊരു പീസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2 ഫിംഗറിൻ്റെ ഒരു ലെങ്ത്തും വിട്ടും അനുസരിച്ച് അത്ര എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് വേണം. ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ അതോടെ തന്നെ നമ്മൾ മിക്സിയിലിടണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പാലൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഇടുക. പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഡയബറ്റിക് എല്ലാവർക്കും കഴിക്കും, കുറേശ്ശെ കഴിക്കാം. ഒരുപാട് വാരി വലിച്ചെടുക്കരുതെന്നേ ഉള്ളൂ. നന്നായി എന്നിട്ട് പേസ്റ്റ് പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ വിചാരിക്കുന്ന മയോണൈസ്. അതെ ഗൈസ്, അപ്പം അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന മയോണൈസാണ് ഇത്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ടിൽ ദെൻ ബൈ.